Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉച്ച 2 മണി ആ ടൈമിലാണ് നമ്മൾ പുറത്തു പോകുന്നത്. നമ്മൾ രാവിലെ പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഉച്ചക്കാണ് ഇറങ്ങണത്. നല്ല വെയിലുണ്ട്. കരിഞ്ഞ് തിരിച്ചു പോരാനാണ് പ്ലാന്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തുമോ ഇല്ലേ ഒന്നും അറിയില്ല. നമ്മൾക്ക് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നല്ല ടൈം എടുക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഈ നേരത്തെ നമ്മൾ ഇറങ്ങണത്. അപ്പം നമുക്ക് നേരെ ഷോപ്പിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ ബസ്സിലാണ് പോണത്. നമ്മുടെ ബസ് സ്റ്റോപ്പ് വരെ നമ്മൾ സ്കൂട്ടിയിൽ പോകും. എപ്പോഴും ചെയ്യണ പോലെ തന്നെ മണ്ണാർക്കാട് വരെ നമ്മൾ മണ്ണാർക്കാട്ടേക്കാണ് പോണത്. മണ്ണാർക്കാട് വരെ സ്കൂട്ടിയിൽ പോകാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ബസ്സിലാണ് പോണത്. നീരിറങ്ങി പ്രശ്നമൊക്കെ ആവും. എനിക്കല്ല, ഇമ്മക്ക് നല്ല വെയിലും പിന്നെ ഹെൽമെറ്റൊക്കെ ഇട്ട് നീരിറങ്ങി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ബസ്സിലാണ് പോണത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഏത് കടയിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു. ഏതൊക്കെ പോകണമെന്നൊന്നും അതിൽ ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ മണ്ണാർക്കാട്ടേക്കാണ് പോണത്. ഓക്കെ, അങ്ങനെ ഇതാ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എഗെയിൻ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറേ ആപ്പ് കണ്ടൻറ്റുമായിട്ട് വെറുതെ വന്ന് വെറുപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ്. നല്ല കണ്ടൻറ്റുകൾ കിട്ടുമ്പോൾ മാത്രം വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഷോർട്സും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കപ്പെട്ടിട്ട് അങ്ങനെ പോണതാണ്. അങ്ങനെ ഇതാ അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നേരെ ബസ് കാത്തിക്കുക, ബസ് കയറി പോവുക, നേരെ മണ്ണാർക്കാട് എത്തുക, ഏതെങ്കിലും കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കുറച്ച് ഡ്രസ്സ് എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഗൈസ് വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് നമ്മൾ വീട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആണ് നമ്മൾ ചെയ്യണത്. കുറച്ചൊരു 5 മിനിറ്റ് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിന്നപ്പോഴത്തേനും ബസ് വന്നു. പിന്നെ ബസ് കിട്ടി, നമ്മൾ കയറിയപ്പോഴത്തേനും നമുക്ക് സീറ്റും കിട്ടി. എല്ലാം റാഹത്തായിട്ട് അങ്ങനെയായിട്ട് പോയി. പിന്നെ സീറ്റൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ ചിന്തയിലേക്കാണ്ട് മുഴുകിപ്പോയി ഞാൻ. സ്വാഭാവികമായിട്ടും ബസ് കിട്ടി, സീറ്റൊക്കെ കിട്ടി ഞാൻ എൻ്റെ ചിന്തയിലോട്ടായിട്ട് പോകും. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. പിന്നെ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് ഇരുന്ന് പിന്നെ നമ്മൾ കുറച്ച് സംസാരിച്ച് അപ്പോഴത്തേനും നമ്മൾ മണ്ണാർക്കാട് എത്തി ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിക്ക് പോയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഏതോ ഒരു ഷോപ്പിക്കാണ് പോയത്. ആ ഷോപ്പ് പറഞ്ഞ സംഭവം തന്നെ അവിടെ ഇപ്പം ഇല്ല, എന്താ വിറ്റയ്ക്കാണ് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേറെ ഷോപ്പിക്ക് പോകാം എന്നുള്ള രീതിയിൽ കുറച്ചവിടെ നടന്നു. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു, പെരും വെയിലായിരുന്നു. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ കൊടിയും ഒന്നും എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഷോപ്പിക്ക് കയറി നമ്മൾ കുറേ ഇങ്ങനെ ഡ്രസ്സുകൾ നോക്കി. ആദ്യം ചുരിദാർ ഐറ്റംസ് നോക്കിയായിരുന്നു, നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇമ്മാക്ക് മാക്സി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മ ആ സെക്ഷനിലോട്ടാണ് പോയി. അതിൽ നമുക്ക് വലിയ റോളില്ലാത്തതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക, ഓരെന്താ കാട്ടണം, ഓരെന്താ വാങ്ങണമെന്നൊക്കെ നോക്കിയിരിക്കുക. രസമുണ്ടോ ചോദിക്കുമ്പോൾ രസം ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. അതാണ് നമ്മുടെ റോൾ. ഇതിൽ ഓർക്ക് പറ്റിയത് ചിലപ്പോൾ നമ്മൾ രസമില്ല എന്ന് പറഞ്ഞാൽ ഓരത് ഓർക്ക് പറ്റിയെടുക്കും. വെറുതെ എന്തിനാ അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചെന്നൊക്കെ നമുക്ക് തോന്നും. എന്നാലും പിന്നെ ചോദിച്ചുമ്പോൾ പറയാം ഉത്തരം, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ മാക്സി എടുക്കൽ കഴിയണമെന്നല്ല, ഒരു മാക്സി എടുക്കാനാണ് ഇത്ര ടൈം. നമ്മൾ നേരത്തെ ചുരിദാർ നോക്കാൻ നിന്നപ്പോൾ അവിടുത്തെ ഒറ്റ ചുരിദാറുകളും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാൽ നേരെ മാക്സി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നോക്കുമ്പോൾ ഉമ്മാക്ക് അതിന് എത്രങ്ങാനും ടൈം എടുത്തിക്കണമെന്ന് ഇച്ചന്നെ അറിയില്ല. ഒരു മാക്സി നോക്കാനാണ് ഇമ്മാൻ്റെ ടൈം എടുത്തിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കഴിയണ വരെ എനിക്ക് ഇങ്ങോട്ട് കാലൊക്കെ ഇങ്ങോട്ട് വരുത്താവല്ലോ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ സെറ്റാക്കാൻ നോക്കിയപ്പോൾ പിന്നെ എനിക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേറെ ഷോപ്പിക്ക് പോകാൻ നിന്നു. അങ്ങനെ ഈ പെരും വെയിലത്ത് നമ്മൾ കടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. മാത്രമല്ല നല്ല വെയിലും, മുഖമൊക്കെ ഇങ്ങോട്ട് നീർന്ന പോലെയായിരുന്നു, അമ്മാരി വെയിലായിരുന്നു. നടന്നിട്ടാണെങ്കിൽ ഷോപ്പിക്ക് ഇങ്ങോട്ട് എത്തണ്ടേ, അതിട്ട് എത്തണില്ല. അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ എത്തിയത് എൻ്റെ അമ്മ നേരെ പിന്നെയും പോയത് മാക്സി നോക്കാനാണ്. എനിക്ക് എന്താ അതെന്ന് മനസ്സിലായില്ല. നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്ന് മാക്സി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിക്കണത്. പിന്നെ അതാ മാക്സി നോക്കാൻ പോയിക്കണു. എൻ്റെ കിളി ഇങ്ങോട്ട് പാറി, എനിക്ക് നോ വേർഡ്സ് ആയിരുന്നു. ഒന്നാമത് നോമ്പെടുത്ത് വെയിലൊക്കെ കൊണ്ട് ആകെ കുഴഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു കസാര ഉണ്ട്, അപ്പോൾ അവിടെ പോയിരുന്നതാണ്. അവിടെ തന്നെ മാക്സി നോക്കാൻ പോയിക്കണു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഓൾറെഡി പ്രൊമോഷനായിട്ട് കുറച്ച് ഡ്രസ്സ് ഓൾറെഡി ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽക്കൂടെ ഇനി വേറെയും കുറേ ഡ്രസ്സ് വേണ്ട വിചാരിച്ചു. സിമ്പിളായിട്ട് പെരുന്നാളല്ലേ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 ഡ്രസ്സും നമ്മൾ ഏറ്റി പിടിച്ചുകൊണ്ട് നേരെ ട്രയൽ റൂമിലേക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്കൊരു 1-2 ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ജീൻസ് ഒക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഷർട്ട് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി സുമിതാത്താക്ക് എന്തെങ്കിലും സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് നോക്കണ തിരക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഷോപ്പിൽ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മൾ
പോകാൻ നിൽക്കുന്നത്. അപ്പത്തിനും 6 മണി ഏകദേശം ആ ടൈമൊക്കെ കഴിക്കണു. ആ സുവർണ്ണ നിമിഷത്തിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി എന്നുള്ള കാര്യം. കാരണം ഇനി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിലൊന്നും നമ്മൾ വീട്ടിലേക്ക് എത്തൂല. അത് നമുക്ക് മനസ്സിലായി. ഇവിടുന്ന് തന്നെ നോമ്പ് തുറന്നിട്ട് പോകേണ്ടിയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഇനി നേരെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും. നമ്മൾ വേറെ എങ്ങോട്ടല്ല ഗൈസ്, നമ്മൾ ഇനി നേരെ സുഡിയോയിലോട്ടാണ് പോകുന്നത്. എന്തായാലും ഇനി ഇവിടുന്ന് തന്നെ നോമ്പ് തുറക്കേണ്ടി വരും. അപ്പോൾ ഉമ്മ ഇതുവരെയായിട്ട് സുഡിയോയിൽ കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് ഇനി സുഡിയോയിലൊന്ന് കയറിയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ നേരെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടു അവിടെ ഒരു മിറർ. അപ്പോൾ പിന്നെ മിറർ കണ്ടത് സ്ഥിതിക്ക് എങ്ങനെ ഒരു വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാതെ എങ്ങനെ അവിടുന്ന് പോരും, ഇനി കൂടി കഴിയണില്ല. ഇമ്മ അവിടെ ഡ്രസ്സ് നോക്കുമ്പോഴും ഞാൻ വീഡിയോ പിടിച്ചു നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെരുപ്പ് സെക്ഷനിലോട്ട് പോയി. നിങ്ങൾക്ക് അറിയാമല്ലോ, ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. പിന്നെ എടുത്തില്ല, സ്വാഭാവികം. ഇമ്മ എന്തോ ഒരു ചെരുപ്പ് എടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണാൻ, നമ്മൾ വാങ്ങണമെന്നില്ല, ജസ്റ്റ് കാണുക. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതിനു വേണ്ടി മാത്രം ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ അമ്മ സുന്ദാതാക്ക് എന്തോ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ബാങ്ക് കൊടുത്തത് കേട്ടില്ല ഗൈസ്. നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ സുഡിയോയിലായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം സുഡിയോനും ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ വേഗം പോയിട്ട് ഒരു അവിൽ മിൽക്കും വെള്ളമൊക്കെ വാങ്ങി അങ്ങോട്ട് കുടിച്ചു. നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി കുടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ആകെപ്പാടെ അങ്ങോട്ട് തകിടം മറിഞ്ഞു ഗൈസ്. നമ്മൾ കണക്ക് കൂട്ടിയ പോലെയൊന്നും അല്ല സംഭവിച്ചത്. നമ്മൾ ഷോപ്പ് കയറി ഇറങ്ങി കുറച്ചും കൂടി ടൈം ലാഗ് വന്നു. അതുകൊണ്ട് നമ്മൾ ടൈമിന് കുടിക്കത്തില്ല. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ അങ്ങനെ എത്താമെന്നായിരുന്നു നമ്മുടെ ചിന്താഗതി. പക്ഷേ ചിന്താഗതിയൊക്കെ തെറ്റി. എന്നാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. കാരണം നമ്മൾ ഇങ്ങോട്ട് ബസ്സിലാണ് വന്നത്. അപ്പം ഇനി തിരിച്ച് അങ്ങോട്ടും ബസ്സിൽ തന്നെ പോകണമല്ലോ. അങ്ങനെ പിന്നെ ചെന്നതും ബസ്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചെന്നതും സീറ്റും കിട്ടി ഗൈസ്. വരുമ്പോഴും നമുക്ക് സീറ്റ് കിട്ടി. അതാണ് ഒരു സമാധാനം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈദ് ഷോപ്പിംഗ് എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.